ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. അപ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള കൊളോയിഡ്സ് ഉണ്ട്, ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും. ലയോഫിലിക് കൊളോയിഡ്സ് ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ സെൽഫ് സ്റ്റെബിലൈസ്ഡ് ആണ്. ജസ്റ്റ് ഫേസും മീഡിയവും കൂടി മിക്സ് ചെയ്താൽ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിന് സ്പെഷ്യൽ മെത്തേഡ്സ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി എന്താ പഠിക്കാനുള്ളത്? ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ. കാരണം ലയോഫോബിക് കൊളോയിഡ് ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് അല്ല, അപ്പോൾ സ്പെഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ലയോഫോബിക് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്: കെമിക്കൽ മെത്തേഡ്, ബ്രെഡിക്സ്-ആർക്ക് മെത്തേഡ് ഓർ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് പെപ്റ്റൈസേഷൻ. അതിൽ കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ്. കെമിക്കൽ റിയാക്ഷൻ 4 തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്സിഡേഷൻ ഉപയോഗിച്ചിട്ട് കുറേ ലയോഫോബിക് കൊളോയിഡ്സിനെ പ്രിപ്പയർ ചെയ്യാം. ഓക്സിഡേഷൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലയോഫോബിക് കൊളോയിഡ്സ് പ്രധാനമായിട്ടും അതായത് സൾഫർ സോൾ പോലെയുള്ള നോൺ മെറ്റൽസ് ആയിരിക്കും. രണ്ടാമത്തെ കെമിക്കൽ റിയാക്ഷൻ റിഡക്ഷനാണ്. റിഡക്ഷൻ വഴി നമ്മൾ സാധാരണ മെറ്റാലിക് സോൾസ്, ഗോൾഡ് പോലെയുള്ള മെറ്റൽ സോളുകളെയാണ് ഉണ്ടാക്കുക. നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഹൈഡ്രോളിസിസ് എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ വഴി നമ്മൾ ഉണ്ടാക്കുന്ന സോളുകൾ സാധാരണ ഓക്സൈഡ്സ് ഓർ ഹൈഡ്രോക്സൈഡ്സ് ആയിരിക്കും, അതായത് ഫെറിക് ഹൈഡ്രോക്സൈഡ് എക്സാമ്പിളാണ്. ഇനി സൾഫൈഡ് സോളുകളെ ഉണ്ടാക്കാനുള്ള കെമിക്കൽ റിയാക്ഷനാണ് ഡബിൾ ഡികമ്പോസിഷൻ. അങ്ങനെ 4 കെമിക്കൽ റിയാക്ഷൻസിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലയോഫോബിക് കൊളോയിഡ്സിനെ കെമിക്കൽ മെത്തേഡ് വഴി ഉണ്ടാക്കുക. അപ്പോൾ ഓക്സിഡേഷൻ വഴി ഉണ്ടാക്കുന്നത് H2S ഓക്സിഡേഷൻ. ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? SO2. H2Sനെ SO2 ഉപയോഗിച്ചിട്ട് ഓക്സിഡൈസ് ചെയ്താൽ ഓക്സിഡൈസിങ് ഏജൻറ്റായിട്ട് SO2 ആണ് വരുന്നത്. സൾഫർ സോൾ കിട്ടും. അതുപോലെ മെറ്റാലിക് ആയിട്ടുള്ള ഗോൾഡ് സോൾ കിട്ടണമെങ്കിൽ റിഡക്ഷനാണ് ചെയ്യേണ്ടത്. ഗോൾഡിൻ്റെ ക്ലോറൈഡ് എടുത്ത് റിഡ്യൂസ് ചെയ്യുക. റിഡ്യൂസിങ് ഏജൻറ്റ് ഫോർമാൽഡിഹൈഡാണ്, വാട്ടർ ഓപ്ഷന്. ഫോർമാൽഡിഹൈഡ് എന്നുള്ള റിഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ റിഡക്ഷൻ നടന്നിട്ട് ഗോൾഡ് സോൾ കിട്ടും. ഇനി ഇതേ ഗോൾഡ് സോൾ ഉണ്ടാക്കാൻ വേറെ ഒരു മെത്തേഡും ഉണ്ട്, അത് നമ്മൾ കാണും അടുത്ത മെത്തേഡ്. അതായത് ബ്രെഡിക്സ്-ആർക്ക് മെത്തേഡ് ഗോൾഡ് സോൾ ഉണ്ടാക്കാനുള്ള മെത്തേഡ് തന്നെയാണ്. പിന്നെ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ, അതായത് ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ഒക്കെ ഉണ്ടാക്കുന്നത് ഹൈഡ്രോളിസിസ് എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫെറിക് ക്ലോറൈഡ് ഹൈഡ്രോളൈസ് ചെയ്താൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ കിട്ടും. ഇതേ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ നമുക്ക് വേറെ രീതിയിലും കൂടി പ്രിപ്പയർ ചെയ്യാം, അതായത് മൂന്നാമത്തെ മെത്തേഡായ പെപ്റ്റൈസേഷൻ വഴി ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ കിട്ടും. ഇനി സൾഫൈഡ് സോളുകൾ പ്രധാനമായിട്ടും ഡബിൾ ഡികമ്പോസിഷൻ എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഡബിൾ ഡികമ്പോസിഷൻ എക്സാമ്പിളായിട്ട് ഇവിടെ കാണാം. ആഴ്സനിക് സൾഫൈഡ് സോളാണ് ഉണ്ടാക്കേണ്ടത്. ആഴ്സനിക് ഓക്സൈഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, H2S റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാ മെത്തേഡ് കെമിക്കൽ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സിൻ്റെ ഓരോ ടൈപ്പും, അതായത് 4 ടൈപ്പും ഇക്വേഷൻ എഴുതി പഠിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, മെറ്റാലിക് സോളുകളെ ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ റിഡക്ഷനാണ് ഉപയോഗിക്കുക. നോൺ മെറ്റൽസിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ ഉപയോഗിക്കും. ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഹൈഡ്രോളിസിസ് ഉപയോഗിക്കും. ഇനി സൾഫൈഡ് സോളുകളെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ ഡികമ്പോസിഷൻ ഉപയോഗിക്കും. അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് ഓർത്ത് വയ്ക്കുകയും വേണം. അടുത്ത മെത്തേഡ് ബ്രെഡിക്സ്-ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. അപ്പോൾ അവിടെ ഡിസ്പേർഷൻ, കണ്ടൻസേഷൻ എന്നീ 2 പ്രോസസ്സുകൾ ഈ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. എല്ലാ മെറ്റൽ സോളുകളും ബ്രെഡിക്സ്-ആർക്ക് മെത്തേഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നോൺ മെറ്റൽ സോളുകൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് സോളുകളൊന്നും ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വേണ്ടത്, നമ്മൾ ഏത് മെറ്റലിൻ്റെ ആണോ സോൾ ഉണ്ടാക്കേണ്ടത് ആ മെറ്റലിൻ്റെ 2 ഇലക്ട്രോഡുകൾ എടുക്കണം. ആദ്യം ഫസ്റ്റ് ഇലക്ട്രോഡ്സ് ആണ്. ഗോൾഡ് സോളാണെങ്കിൽ ഗോൾഡിൻ്റെ 2 ഇലക്ട്രോഡ്. എന്നിട്ട് അത് വച്ചിരിക്കുന്നത് ഈ ബീക്കറിലാണ്. ഈ വെസലിൽ എന്താ ഉള്ളത്? ഡിസ്പേർഷൻ മീഡിയം ഇതിനകത്തുണ്ട്. ഡിസ്പേർഷൻ മീഡിയം ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഉണ്ട്, അതിലേക്കാണ് ഈ 2 ഇലക്ട്രോഡ് വെച്ചിട്ടുള്ളത്. ഇനി ഈ 2 ഇലക്ട്രോഡ് എന്ത് കൊടുക്കുന്നു? ഈ 2 ഇലക്ട്രോഡിൻ്റെ ഇടയ്ക്ക് ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് കൊടുക്കുകയാണ്. ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് വേപ്പറൈസ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറും ഹൈ വോൾട്ടേജൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അത് വേപ്പറൈസ് ചെയ്യും. വേപ്പേഴ്സ് ഈ മീഡിയത്തിലേക്ക് വരും. ഗോൾഡിൻ്റെ വേപ്പേഴ്സ് ഈ മീഡിയത്തിലേക്ക് വരും. മീഡിയം വാട്ടറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മാത്രം. ഏത് മീഡിയമാണോ അതിലേക്ക് വരും. അതിന് ശേഷം എന്ത് സംഭവിക്കും? അതാണ് ഡിസ്പേർഷൻ ഉദ്ദേശിക്കുന്നത്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, ഡിസ്പേർഷൻ നടന്നു. പിന്നെ ഇവിടെ ഒരു പാത്രം കാണുന്നുണ്ട് അല്ലേ? ഇതിനെ കവർ ചെയ്തിട്ട് ഈ ഡിസ്പേർഷൻ മീഡിയ ഇരിക്കുന്ന വെസലിനെ കവർ ചെയ്തിട്ട് ഒരു വെസലും കൂടി ഉണ്ട്. അതിൽ ഐസ് ബാത്താണ്.
ഐസ് ബാത്താണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വേപ്പേഴ്സ് കണ്ടൻസ് ചെയ്യും. നല്ല തണുക്കുമ്പോൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് ഫോമിലേക്ക് ഈ മീഡിയത്തിലേക്ക് വീഴും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐസ് ബാത്ത്. അതാണ് ഡിസ്പേർഷൻ നടക്കും. അതായത് ഹൈ ഇലക്ട്രിക് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കണ്ടൻസേഷൻ നടക്കുന്നത് ഐസ് ബാത്ത് വെച്ച് തണുക്കുമ്പോൾ. അങ്ങനെ 2 പ്രോസസ്സ് വഴി നമുക്ക് ഈ മീഡിയത്തിൽ ഗോൾഡിൻ്റെ സോൾ ഉണ്ടാവും. ഇതാണ് പ്രോസസ്സ്. ഇനിയിപ്പോൾ സിൽവർ സോൾ ആണെങ്കിൽ ഇലക്ട്രോഡ് സിൽവർ ആക്കുക, സ്യൂട്ടബിൾ മീഡിയ എടുക്കുക, അപ്പോൾ സിൽവർ സോൾ കിട്ടും. ഇതാണ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. നെക്സ്റ്റ് മെത്തേഡ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ എന്താണെന്നും പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്താണെന്നും പഠിക്കണം. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രസിപ്പിറ്റേറ്റിനെ, അതായത് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ സൈസ്, സസ്പെൻഷൻ എന്നുള്ള ഉദ്ദേശം. അപ്പോൾ പ്രസിപ്പിറ്റേറ്റിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കൊളോയിഡൽ ഡയമെൻഷനിലേക്ക് കൊണ്ടുവരിക, കൊളോയിഡൽ സോളാക്കി മാറ്റുക. എങ്ങനെയാണത്? ബൈ ആഡിങ് സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റിലേക്ക് ഒരു സ്യൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ അത് കൊളോയിഡൽ ഡയമെൻഷനിലേക്ക് കൊളോയിഡായി മാറും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഇലക്ട്രോലൈറ്റിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈസിങ് ഏജൻറ്റ്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള് നമ്മൾ കുറച്ച് മുമ്പ് ഹൈഡ്രോളിസിസ് എന്നുള്ള കെമിക്കൽ മെത്തേഡിലുണ്ടാക്കി പെപ്റ്റൈസേഷൻ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് മെത്തേഡ്. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഫെറിക് ക്ലോറൈഡ് എന്നുള്ള ഇലക്ട്രോലൈറ്റ്, അതായത് പെപ്റ്റൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളായിട്ട് മാറും, അല്ലെങ്കിൽ കൊളോയിഡായിട്ട് മാറും. വേറൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സെല്ലുലോസ് നൈട്രേറ്റ് എന്നുള്ള പ്രസിപ്പിറ്റേറ്റ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് എന്താണ് പെപ്റ്റൈസിങ് ഏജൻറ്റായിട്ട് ചേർക്കേണ്ടത്? ഈത്തൈൽ ആൽക്കഹോൾ ആൻഡ് ഈത്തർ, ഇത് രണ്ടും കൂടി കുറച്ച് ചേർക്കുക. ഏകദേശം ഒരു 4% സെല്ലുലോസ് നൈട്രേറ്റ് ആൽക്കഹോൾ ആൻഡ് ഈത്തറിൽ മിക്സ് ചെയ്താൽ എന്തായി? അത് സെല്ലുലോസ് നൈട്രേറ്റിൻ്റെ കൊളോയിഡൽ ഫോമിലേക്ക് മാറും. പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു അത്. ഈ പെപ്റ്റൈസിങ് ഏജൻറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കൊളോയിഡായിട്ട് മാറും. അങ്ങനെ കിട്ടുന്ന കൊളോയിഡിനെയാണ് നമ്മൾ കൊളോഡിയോൺ എന്ന് പറയുന്നത്. ഈ കൊളോഡിയോൺ നമ്മൾ ഇനിയും കാണും. അതായത് അൾട്രാ ഫിൽട്രേഷൻ എന്നുള്ള ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ഈ കൊളോഡിയോൺ ആണ് ആ ഫിൽറ്റർ പേപ്പറിൽ കോട്ട് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. AgI എന്നുള്ള പ്രസിപ്പിറ്റേറ്റിനെ AgI എന്നുള്ള കൊളോയിഡാക്കി മാറ്റാൻ AgNO3 എന്നുള്ള ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ പെപ്റ്റൈസിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ പെപ്റ്റൈസേഷൻ വഴി നമുക്ക് പല കൊളോയിഡുകളെ പ്രിപ്പയർ ചെയ്യാം. അതായത് ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷനാണെന്ന് പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. ഒരു കൊളോയിഡിൻ്റെ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റിനെ ഒരു മിനിമം എമൗണ്ടിലേക്ക് എത്തിക്കുക, അതായത് കംപ്ലീറ്റ് മാറ്റില്ല, റെഡ്യൂസിങ് ദ ഇമ്പ്യൂരിറ്റീസ് ടു എ മിനിമം ക്വാണ്ടിറ്റി. അതിനെ പറയുന്ന പേരാണ് പ്യൂരിഫിക്കേഷൻ. കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ല, അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് അല്ല അവിടെ നടക്കുന്നത്. റെഡ്യൂസിങ് ദ ഇമ്പ്യൂരിറ്റീസ് ടു എ റിക്വസിറ്റ് എമൗണ്ട്, അതിനെയാണ് വിളിക്കുന്നത് പ്യൂരിഫിക്കേഷൻ. അപ്പോൾ കുറച്ച് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്യൂരിറ്റി ആ കൊളോയിഡിൽ വേണം. എന്തിനാണത്? അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ഇലക്ട്രോലൈറ്റും അവിടെ നിന്ന് നീക്കം ചെയ്താൽ അത് അൺസ്റ്റേബിളായി കൊളോയിഡ് അല്ലാതെയും മാറും, പ്രസിപ്പിറ്റേറ്റ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ 3 മെത്തേഡാണ് പ്യൂരിഫിക്കേഷൻ ഉള്ളത്. ഇലക്ട്രോലൈറ്റിനെ മാറ്റി മിനിമം ക്വാണ്ടിറ്റിയിലേക്ക് കുറയ്ക്കാനുള്ളത്. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഇപ്പോൾ ഡയാലിസിസ് ആണ് ആദ്യം കാണുന്നത്. ഡയാലിസിസ് ചെയ്യുന്നത് ഒരു പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ്റെ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗാണിത്. വെള്ളത്തിലാണ് അത് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കടത്തിവിടില്ല, ബാക്കി ഇലക്ട്രോലൈറ്റിനെ സൊല്യൂഷൻ ഒക്കെ കടത്തിവിടും, ഇലക്ട്രോലൈറ്റ്സിനെ കടത്തിവിടും, ഇമ്പ്യൂരിറ്റീസിനെ കടത്തിവിടും. അപ്പോൾ വെള്ളത്തിലേക്ക് എന്ത് വരും? ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഉള്ള ഇലക്ട്രോലൈറ്റ് നിറയുള്ള കൊളോയിഡ്, പ്യൂരിഫൈ ചെയ്യേണ്ട കൊളോയിഡ് ബാഗിനകത്തുണ്ട്. ഇലക്ട്രോലൈറ്റ് വെള്ളത്തിലേക്ക് കടക്കും, കൊളോയിഡൽ പാർട്ടിക്കിൾസ് കടക്കില്ല. അങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമുക്ക് പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ്റെ ആ ബാഗിൽ കിട്ടും. ഇതേ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് നമ്മുടെ ബ്ലഡ്, ഹ്യൂമൻ ബ്ലഡ് ഒരു കൊളോയിഡാണ്. ആ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന കിഡ്നിയാണ്, നമ്മുടെ ശരീരത്തിലെ കിഡ്നിയാണ്. അപ്പോൾ ശരിക്ക് ഡയലൈസറാണത്. ഡയാലിസിസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ ഡയലൈസർ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഡയലൈസറാണ് കിഡ്നി. ഇനി ഇലക്ട്രോ ഡയാലിസിസ്. ഈ ഡയാലിസിസ് എന്നുള്ള പ്രോസസ്സ് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ, പെട്ടെന്ന് നടക്കണമെങ്കിൽ, വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നടക്കാൻ, കുറച്ച് സമയം കൊണ്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് നടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ, ആനോഡ് കാഥോഡ് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ പ്യൂരിഫിക്കേഷൻ നടക്കും. അതാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഇനി അൾട്രാ ഫിൽട്രേഷൻ, കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. സാധാരണ ഫിൽറ്റർ പേപ്പർ എടുക്കുക, അതിലേക്ക് കൊളോഡിയോൺ കോട്ട് ചെയ്തിട്ട് അത് ഡ്രൈ ആക്കുക, അത് നല്ല ഉണക്കിയെടുക്കുക.
അപ്പോൾ ആ സാധാരണ ഫിൽറ്റർ പേപ്പറിൻ്റെ ആ ഹോൾ സൈസ് കുറച്ചുകൂടി ചെറുതാവും. എന്നിട്ട് ആ ഫിൽറ്റർ പേപ്പർ, അതായത് അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട്, അങ്ങനെ കൊളോഡിയൻ കോട്ട് ചെയ്ത ഫിൽറ്റർ പേപ്പറിനെയാണ് നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് വിളിക്കുക. ആ അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുക. ഇതിന് ഈ ഇലക്ട്രോലൈറ്റുള്ള കൊളോയിഡൽ സൊല്യൂഷന്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് മാത്രം ഈ അൾട്രാ ഫിൽറ്റർ പേപ്പറുകൾ കടന്നു പോകും, കൊളോയിഡൽ പാർട്ടിക്കിൾസ് കടന്നു പോവില്ല. അങ്ങനെ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഫിൽറ്റർ പേപ്പറിൽ കിട്ടും. അതാണ് അൾട്രാ ഫിൽട്രേഷൻ. ഇനി അതും സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രഷർ കൊടുത്തിട്ട് അൾട്രാ ഫിൽട്രേഷൻ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ നടക്കും. ഇതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.